ഹലോ, ഞാൻ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ മാഗ്നിസ്കേപ്സിലെ ഫുള്ള് കടയിലെ വീഡിയോ നിങ്ങളെ ഞാൻ പലപ്പോഴും കാണിക്കാറില്ല. പക്ഷെ മാഗ്നിസ്കേപ്സിന്റെ സ്റ്റോർ ഫുള്ള് ബെഡ്ഷീറ്റും കർട്ടൻസും റണ്ണേഴ്സും ടേബിൾ ക്ലോത്ത് ഒക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നല്ല ഭംഗിയായിട്ട് സെലക്ട് ചെയ്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഓരോന്നും നിങ്ങളെ കാണിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചോദിച്ചാൽ വാട്സപ്പിൽ കാണിച്ചു തരും. പിന്നെ ഉള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിനും ഫോട്ടോസും ഉണ്ടാകും കേട്ടോ. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രിഡ്ജ് ഹാൻഡിൽ കവറാണ്. ഇതിനകത്ത് ഇതുപോലെ വെൽക്രോ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ക്യൂൾട്ടഡ് ആയിട്ടുള്ള ഫ്രിഡ്ജ് ഹാൻഡിൽ കവർ ആട്ടോ. ഇത് നമുക്ക് പെയർ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരെണ്ണമായിട്ടല്ല കിട്ടുന്നത്. അപ്പൊ അത് ഞാൻ പ്രത്യേകം എടുത്തിട്ട് പറയുവാണേ. പിന്നെ ഉള്ളത് മുകളിലും താഴെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഹാൻഡിലിന്റെ കളർ ഹാൻഡില്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഓർക്കത്തുള്ളൂ, അയ്യോ എനിക്ക് ഫ്രിഡ്ജിന് താഴെ ഉണ്ടായിരുന്നു മുകളിലുണ്ട്, ഒരെണ്ണം മേടിച്ച എന്നാ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുക, മുകളിലും താഴിലും ഉള്ള പെയർ ആയിട്ടുള്ള ഫ്രിഡ്ജ് ഹാൻഡിൽ കവർ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഒരെണ്ണം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമുള്ള സെക്ഷനിൽ നിന്ന് നമ്മൾ തരും കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, നമ്മൾ എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് എന്ന് പറയേ. അപ്പം നമ്മുടെ പിള്ളേരുടെ സൈസിലുള്ള കുഞ്ഞ് മീൻസ് നമുക്ക് നമ്മുടെ പുതപ്പ് കേട്ടോ, അതായത് ക്രിസ്മസ് സ്പെഷ്യൽ ജക്കാർഡിന്റെ പുതപ്പാണ്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് നല്ല വൈറ്റ് കളറിൽ താഴെ ഇതുപോലെ മേരി ക്രിസ്മസ് എഴുതി വരും. ഇത് നമുക്ക് സിംഗിൾ ബെഡ്ഷീറ്റിൽ നന്നായിട്ട് ഇത് വേണമെങ്കിൽ ഇത് ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാം, പക്ഷേ ഇത് സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ജക്കാർഡിന്റെ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് പുതപ്പായിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പൊ ഒരു ചൂടൊക്കെ നമുക്ക് കിട്ടും, നല്ലൊരു സുഖം. ജക്കാർഡിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് ത്രെഡ് വർക്കിൽ വീവ് ചെയ്തിരിക്കുന്നതായിരിക്കും കേട്ടോ. പലതരത്തിലുള്ള ജക്കാർഡ് ഉണ്ട്, പക്ഷെ ജക്കാർഡിന്റെ എപ്പോഴും ഒരേ തരത്തിലായിരിക്കും അതിന്റെ വീവിങ് വരുന്നത്. ഡിപ്പെൻസ് അപ്പോൺ ദ പാറ്റേൺ ആണ് അതിന്റെ. ഇപ്പൊ ഒരു ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവറിന്റെ ഷേപ്പിൽ തന്നെ വരും. പിന്നെ അല്ലാതെ എന്താ പറഞ്ഞാൽ ഇതുപോലെയാണെങ്കിൽ ഇതുപോലെ വരും കേട്ടോ. അതിന് ഓരോന്നും ഓരോ പ്രത്യേകതയുണ്ട് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ജക്കാർഡിന്റെ സിംഗിൾ പുതപ്പാണ് കേട്ടോ. അതെ, ഇനിയുള്ളത് മേരി ക്രിസ്മസ് എഴുതിയിരിക്കുന്ന നല്ലൊരു സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. പിന്നെ വേണമെങ്കിലല്ല, ഇതൊരു ടേബിൾ ക്ലോത്തിന്റെ സൈസാണ്, 6 സീറ്റർ ടേബിൾ ക്ലോത്തിന്റെ സൈസാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ട് സൈഡിലെല്ലാം ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സിംഗിൾ ഷീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ നല്ല ഭംഗിയായിട്ട് ഇപ്പം നമ്മൾ സിംഗിൾ ഷീറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിന്റെ കൂടെ ഇതുണ്ടോ ക്രോഷ്യയുടെ കൂടെ നല്ല ഭംഗിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇത് സിംഗിൾ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമില്ല. ഇത് കണ്ടോ, ഇതിനെ തന്നെ ഞാനിങ്ങനെ കാണിക്കുക കേട്ടോ. നല്ല രസമായിട്ട് ക്രോഷ്യയുടെ തന്നെ നല്ലൊരു സ്റ്റാർ ആകട്ടെ. നല്ല രസമില്ല. ഈ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് ബ്ലൂ എന്നും പറയാൻ പറ്റില്ല, ഇടയ്ക്കുള്ള ഒരു കളറാട്ടോ. അപ്പൊ അതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറും അവൈലബിൾ ആണ്. അത് ക്രോഷ്യയുടെ ആണ്. ക്രോഷ്യയുടെ സ്റ്റാറിൽ ഫുൾ ഫില്ലിംഗ് ആണ്. വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല കളറിലല്ല ആയിരിക്കും അതിരിക്കുന്നത്. പക്ഷെ അത് വാഷ് ചെയ്ത് കഴുകാം. നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകാം. അത് ഞാൻ എടുത്തു പറയാണ്, ഈ സ്റ്റാർ വാഷിംഗ് മെഷീനിൽ കഴുകാം. കാരണം ഞാനിത് വാഷിംഗ് മെഷീനിൽ നല്ലതായിട്ട് 2-3 ഇട്ട് കഴുകാറുണ്ട് കേട്ടോ. കുറച്ച് നല്ല സോപ്പ് പൊടിയും കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്പീഡിലല്ല അടിക്കേണ്ടത്, സ്ലോയില് നോർമൽ മോഡിൽ അടിച്ചാൽ മതി കേട്ടോ. ഇനിയുള്ളത് നല്ല 695 ബെഡ്ഷീറ്റ് ആണ്. ഇത് കണ്ടോ, നല്ല 695 രൂപയ്ക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആയിട്ടുള്ള 100% കോട്ടൺ, 100% കളർ ഗ്യാരണ്ടിയോട് കൂടി തരുന്ന. ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോഴില്ലേ, ഇതിങ്ങനെ ഷെയ്ഡഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് നരച്ചു പോയതൊന്നും അല്ല, ഇതിന്റെ ആ ഒരു പ്രിന്റ് അതുപോലെയാണ് കേട്ടോ. അതായത് നമുക്ക് ചില സാധനങ്ങളുണ്ടല്ലോ, നിങ്ങൾ തോന്നും ഇത് അങ്ങനെയാണോ, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിന്റെ പ്രിന്റ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു ക്രീം കളറിൽ നല്ല പ്രീമിയം ആയിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിങ്ങോട് കൂടിയ ബെഡ്ഷീറ്റ് ആണ്. പ്ലസ് ഷിപ്പിംഗ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ടായിരിക്കും. വലിയ പില്ലോ കവേഴ്സ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് 17x27 ഇഞ്ചസ് ആണ്. പക്ഷേ മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നല്ല എന്താ പറഞ്ഞാൽ, ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന രാവിലെയാണ് കേട്ടോ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് പരപരാന്ന് ടെൻഷൻ അടിച്ച് നമ്മൾ പോയി കിച്ചണിൽ പണിയെടുത്താൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ ആദ്യം എഴുന്നേറ്റ് പയ്യെ പോയി നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല പയ്യെ പോയി നന്നായിട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഒരു ഇച്ചിരി നേരമൊക്കെ ഇരുന്നിട്ട് വേണം, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം
പണിയെല്ലാം എടുക്കാൻ. എന്നാലാണ് നമുക്കൊരു നല്ലൊരു സുഖമായിട്ടൊക്കെ തോന്നത്തുള്ളൂ. അങ്ങോട്ട് കുറച്ച് നന്ദിയൊക്കെ പറഞ്ഞ് തമ്പുരാനെ കാത്തോണേന്നൊക്കെ പറയണം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, അടുത്ത ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്. ഓരോ ദിവസം നമുക്ക് ദൈവം തന്നതിന് നമ്മൾ നന്ദി പറഞ്ഞു. ഇത് അടുത്ത ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്. ഈ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റിന് സെൻറ്റർ പോർഷൻ ഇങ്ങനെ ആയിരിക്കും. ഒരു വെറൈറ്റി ഷീറ്റാട്ടോ. ഇതിൻ്റെ തന്നെ സൈഡ് ബോർഡർ ഇതാണ്. സൈഡ് ബോർഡറിൽ ഇതുപോലെ മഞ്ഞയും ക്രീമും ലൈനാണ്. അകത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ യൂഷ്വലി നമുക്ക് പ്ലെയിൻ അല്ലേ സൈഡ് ബോർഡർ വരുന്നത്. ഇത് ഞാനൊരു പാറ്റേൺ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ടില്ലേ. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 695 രൂപ തന്നെയാണ്. പ്ലസ് ഷിപ്പിംഗ് ആണ്. അതിൻ്റെ സൈഡ് വെച്ചിട്ട് തുണിനൊക്കെ വില കൂടുതലാട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ ബെഡ്ഷീറ്റിനൊക്കെ കറക്റ്റ് എന്നും സെയിം വിലയായിരിക്കും. കൂടുതലുമില്ല കുറവില്ല. എന്ന് മാഗ്നിസ്കേപ്സ് തുടങ്ങിയോ അതുപോലെ തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ തന്നെ ആകണേന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സ്. ഇനിയുള്ളത് അടുത്ത ഷീറ്റ്. ഈ ഒരു ഷീറ്റ് നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്ന് എന്ത് രസമാണ്. ഇത് ക്രിസ്മസിനും വിരിക്കാം, അല്ലാതെയും വിരിക്കാം. ചെളി പറ്റിയാൽ അറിയത്തില്ല. പിള്ളേർക്ക് നല്ല സന്തോഷമാവട്ടെ. ഇത് കാണുമ്പോൾ പിള്ളേർക്ക് നല്ല സന്തോഷമാവും. സൈഡ് ബോർഡർ ഇതാണ്. നല്ലൊരു രസമാവട്ടെ. ഇത് തെങ്ങുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് സന്തോഷം. പണ്ടൊക്കെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ പിള്ളേരെ പോയിരിക്കുമ്പോൾ പേരൻസ് പറയുന്നു, അയ്യോ തേങ്ങ വീട് മക്കളെ എന്ന് പറയുന്നു. അപ്പോൾ തേങ്ങയുടെ ഈ മടലൊക്കെ വലിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ കുഞ്ഞുനാളിലെ കാര്യമൊക്കെ ചെറുതായിരുന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴില്ല ഭയങ്കര രസമാണ്. ഇപ്പോൾ അത് അത്ര രസമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ നല്ല രസമാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഓല കീറുന്നു, ഇതൊക്കെ ആലോചിച്ചിരിക്കുമല്ലേ. ഇത് നല്ല രസമാണ്. ഇപ്പോൾ ഓല കീറാൻ എവിടെ പോകണം അല്ലേ. നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഓല കീറാൻ നമ്മുടെ പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓലി അതൊക്കെ ഈസി അല്ലേ എന്ന് പറയും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അവർ പറയും ഇത് കീറണോന്ന് ചോദിക്കും കേട്ടോ. പക്ഷെ നമ്മളൊക്കെ അതൊക്കെ നല്ലതായി ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കണ്ടോ, ചില നമ്മുടെ പ്രായ ആൾക്കാർ കേട്ടോ. ഇത് കണ്ടോ, ഇനി അടുത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബെഡ്ഷീറ്റ് ആട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ കളർ ചോദിക്കൂ പ്ലീസ്. അപ്പം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റും നമ്മൾ ഇപ്രാവശ്യം നല്ലതായിട്ട് ഒരുമാതിരി നല്ല പ്രിൻസൊക്കെ നല്ലതായിട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡ് ബോർഡറും ഒരു ഡാർക്ക് ബ്ലൂ അല്ല, ഒരു ബ്ലാക്ക് തന്നെ ആയിട്ടുള്ളൊരു കളറാണ്. സെൻറ്റർ പോർഷൻ ഇതാണ്. ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ് കേട്ടോ. ഇനിയുള്ളത് അതിൻ്റെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇതാണ് എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാണ്. ഇത് ക്രിസ്മസിന് വിരിക്കാം, അല്ലാതെ വിരിക്കാം. സാധാരണ ഇങ്ങനെ ഹാർട്ടിൻ്റെ പ്രിന്റ് വരുമ്പോഴേ ഉണ്ടല്ലോ, ഇത് എപ്പോൾ വെച്ച് കഴിഞ്ഞാലും പല കളേഴ്സിലായിരിക്കും. ഇപ്രാവശ്യം നമുക്കത് റെഡിലാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഹാർട്ട് വിരിക്കാം. ക്രിസ്മസ് പറഞ്ഞാൽ തന്നെ ഈശോ ഉണ്ടായി ഉണ്ണീശോ ഉണ്ടായി ഒക്കെ ശരിയാണ്. പക്ഷേ എല്ലാവരും കൂട്ടുകൂടി ഒരുമിച്ചിരുന്ന് വരുന്ന ഒക്കെ ദിവസമല്ലേ. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നല്ല ഹാർട്ട് നല്ല ഇതൊക്കെ വിരിക്കുമ്പോൾ അടിപൊളിയായിട്ട് നല്ല ക്രിസ്മസ് സ്പെഷ്യലായിട്ടും വിരിക്കാം, അല്ലാതെയും വിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. മാഗ്നിസ്കേപ്സിൻ്റെ കട വന്നിട്ട് എറണാകുളത്തെ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ് മാഗ്നിസ്കേപ്സിലോട്ട് വരേണ്ട വഴി. എറണാകുളത്ത് വരുമ്പം വൈറ്റ്ലേന്ന് വരുമ്പോഴും എം ജി റോഡിൽ നിന്ന് വരുമ്പം കടവന്ത്രയിൽ വരുമ്പോഴും എതിലേക്കെന്ന് വന്നാലും നമ്മുടെ മെട്രോ പില്ല നമ്പർ 795 അവിടെ വരുമ്പോൾ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അപ്പോൾ നമുക്ക് അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിങ്ങൾ കാണുന്ന വലിയ ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ചെറുപറമ്പത്ത് റോഡിലോട്ട് കയറുക. ഫസ്റ്റ് റൈറ്റിൽ കയറി കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പം നമുക്കതൊരു വീട് പോലെ തോന്നും, പക്ഷെ കടയാണ് കേട്ടോ. അവിടെ ഫസ്റ്റ് ഒരു ഫ്രണ്ടിൽ ഒരു പാർക്കിംഗ് ഉണ്ട്, ബാക്കിൽ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പണ്ടൊക്കെ ഓലയൊക്കെ മീൻസ് ഈ ഇന്ത്യ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നൊരെണ്ണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യണം കേട്ടോ. താങ്ക് യു.